കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പൻ ഒരു പ്രചോദനമാണ്. അതെ, ഈ സമസ്ത ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ചൈതന്യം തന്നെയാണ് നമ്മുടെ പ്രചോദനവും. നമ്മൾ എന്തു കാര്യം ചെയ്യുന്നതിന് മുമ്പും ഭഗവാനെ ചിന്തിക്കും. ഭഗവാനെ, ഇത് ശരിയാവണേ. നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ നമുക്ക് ഒരു പോസിറ്റീവായി ഫീൽ ചെയ്യും. എന്ത് ചെയ്യുന്നതിലും ഒരു പോസിറ്റീവ്. അത് ഭഗവാനാണ്. ആ കാര്യം നടക്കുമെന്ന് കുറച്ചെങ്കിലും നമുക്കൊരു വിശ്വാസമുണ്ടെങ്കിൽ അവിടെ ഭഗവാനാണ്. അതുപോലെ ഒരാൾ ദുഃഖം വന്നിരിക്കുകയാണ്. ആ ആളെ അടുത്ത് പോയി നമ്മൾ സമാധാനിപ്പിക്കും. നിങ്ങളുടെ ഈ വിഷമങ്ങളെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. ഗുരുവായൂരപ്പൻ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെന്നും ഗുരുവായൂരപ്പൻ്റെ കഥകൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമം തീരുമെന്നും നമ്മൾ അവരോട് പറയും. എന്നിട്ട് കുറച്ച് ഗുരുവായൂരപ്പ കഥകൾ പറയും. ഗുരുവായൂരപ്പൻ തൻ്റെ കാരുണ്യം പ്രകടമാക്കിയ കഥകൾ. ഇത് കേൾക്കുമ്പോൾ അവരിലുണ്ടാകുന്ന പ്രചോദനം, അവരുടെ കണ്ണുകളിൽ അത്ഭുതം, അവരുടെ മനസ്സിലുള്ള സംതൃപ്തി, ഇതെല്ലാം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ദുഃഖങ്ങളിൽ മാത്രമല്ല സുഖങ്ങളിലും ഭഗവാനെ നമ്മൾ ഉൾപ്പെടുത്തണം. ദുഃഖം വരുമ്പോൾ നമ്മൾ ആദ്യം തിരയുന്നത് ഭഗവാന്റെ കഥകളാണ്. ഒരു യൂട്യൂബിൽ ആദ്യം തിരയുക ഭഗവാന്റെ കഥയാണ്. എന്നാൽ സന്തോഷം വരുമ്പോൾ നമ്മൾ ആ സന്തോഷത്തിൽ മതിമറന്ന് ഭഗവാനെ മറക്കുകയും ചെയ്യുന്നു. പക്ഷേ ദുഃഖം വരുമ്പോഴോ നമ്മളെപ്പോഴും ഭഗവാനെ പറ്റി കേൾക്കുവാനും ഭഗവാൻ ഈ ദുഃഖങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച കഥ കേൾക്കുവാനും വളരെ താല്പര്യമുള്ളവരായിരിക്കുകയും ചെയ്യും. എങ്കിലും നമ്മൾ ചെയ്യുന്നത് ഒരു നന്ദികേട് തന്നെയാണ്. കാരണം എപ്പോഴും സംരക്ഷിക്കുന്ന ആളെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഓർക്കുക എന്നുള്ളത് തികച്ചും നന്ദികേടാണ്. എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്ന ആളെ എല്ലായ്പ്പോഴും ഓർക്കണം. അതാണ് യഥാർത്ഥ ഭക്തി. ഭഗവാനോടുള്ള ഭക്തി തന്നെ നമുക്ക് പ്രചോദനമാണ്. എന്ത് പ്രശ്നമുണ്ടായാലും ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചിരിക്കും എന്നത് ഒരു പ്രചോദനം തന്നെയാണ്. ചില സമയത്ത് വളരെ തളർന്നു പോകുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ വേണ്ട എന്ന് വരെ തോന്നുന്ന സമയങ്ങളിൽ വരെ ഭഗവാൻ നമുക്ക് ഒരു താങ്ങായി വരുന്നത് പല നിലയിലും നമ്മൾ ശ്രദ്ധിച്ചു കാണും. നമ്മളറിയാതെ എന്തെങ്കിലും ഒരു രൂപത്തിൽ ഒരാളുടെയോ ഒരു വസ്തുവിൻ്റെയോ ഒരു കുട്ടിയുടെയോ എന്തെങ്കിലും രൂപത്തിൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ഉദാഹരണത്തിന്, ഞാൻ ചിലപ്പോൾ വിഷമിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഭഗവാന്റെ എന്തെങ്കിലും പിക്ചേഴ്സ്, ഫോട്ടോ ഇതെന്തെങ്കിലും കാണാറുണ്ട്. ചിലപ്പോൾ അതിലൊരു മോട്ടിവേഷണൽ കോട്ട് ഉണ്ടായിരിക്കും. അതായത് നമ്മളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വാക്കുകൾ അതിലുണ്ടായിരിക്കും. അത് എനിക്ക് ആ സമയത്ത് വല്ലാത്ത ഒരു പോസിറ്റീവ് ഉണ്ടാക്കി തരാറുണ്ട്. അതെ, എത്ര തകർന്നു പോയാലും നമ്മൾ കരുതുക നമ്മൾ തകരുന്നില്ല. നമ്മളെ പിന്തുണച്ച് നമ്മളെ മുകളിലേക്ക് പിടിച്ചുയർത്താൻ ഭഗവാനുണ്ട്. ആ ശക്തി നമ്മുടെ കൂടെയുണ്ടെന്ന് വിശ്വസിച്ചാൽ ഏത് പ്രതിസന്ധിയിലും എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും അദ്ദേഹം നമ്മളെ സംരക്ഷിക്കുമെന്ന് ആ ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾ ചെയ്യുക ഭഗവാന് കദളിക്കുല നേരുക, അല്ലെങ്കിൽ വഴിപാടുകൾ നേരുക എന്നൊക്കെയാണ്. തുലാഭാരം നേരുക. പക്ഷേ ഈ തുലാഭാരം ഒന്നും നേർന്നില്ലെങ്കിൽ തന്നെയും ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും. പക്ഷേ നമ്മുടെ ഒരു ഉറപ്പിന് വേണ്ടിയാണ്. ഇത് കിട്ടിയാൽ ഭഗവാൻ എന്നെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ആ വിശ്വാസം. പക്ഷേ ആ വിശ്വാസത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ അതൊക്കെ കൊടുക്കുന്നത്. പക്ഷേ ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാടുകളുമാണ് ഇതെല്ലാം. ആ വഴിപാട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ഭഗവാന്റെ ആ പ്രീതി നമ്മളിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവ്. പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു പോസിറ്റീവായ വിശ്വാസം കൂട്ടും. ഇത് ചെയ്താൽ ആൾ നമ്മളെ സഹായിക്കും. അങ്ങനെയാകുമ്പോൾ ആ കാര്യം നടക്കും. അതായത് അത്രയും വിശ്വാസം നമ്മൾ ഒരു വഴിപാടും ചെയ്യാതെ തന്നെ അത്രയും വിശ്വാസം നമുക്കുണ്ടെങ്കിൽ
ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചിരിക്കും. ചിലർ കരയുന്നത് കേട്ടിട്ടില്ലേ? എനിക്ക് ആരുമില്ല, ആരുമില്ല, ആരുമില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ എല്ലാവരും ഉണ്ടായാലും ഒരു കാര്യവുമില്ല. ഭഗവാൻ ഇല്ലെങ്കിൽ നമുക്ക് ആരുമില്ല. പക്ഷേ ഭഗവാനുണ്ട്. ആരൊക്കെ കൈയൊഴിഞ്ഞാലും ഭഗവാൻ നമ്മളെ കൈയൊഴിയില്ല. കാരണം ഭഗവാന് നമ്മളെ അത്ര പ്രിയപ്പെട്ടവരാണ്. നമ്മൾ ഭഗവാന് അത്ര പ്രിയപ്പെട്ടവരാണ്. പക്ഷേ നമ്മളെപ്പോഴും ഭഗവാനെ മറക്കുന്നു. നമ്മുടെ ബന്ധങ്ങളിൽ മതിമറന്നു പോകുമ്പോൾ നമ്മൾ ഭഗവാനെ മറക്കുന്നു. പക്ഷേ ചില സമയത്ത് ചില തിരിച്ചടികൾ കിട്ടുമ്പോൾ അപ്പോൾ ആദ്യം ഓടിയെത്തുക ഭഗവാന്റെ അടുത്താണ്. മറ്റുള്ളവരെ പറ്റി പരാതികൾ പറയാനും നമ്മുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാനും ഭഗവാനെ അവൻ എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെയൊക്കെ പറയാനും ഇതിനുള്ളത് നീ കൊടുക്കണേ എന്നൊക്കെ പറയാനും ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മളോട് ചെയ്യുന്നതിന് ഫലം അവർ അനുഭവിക്കുമെന്ന്. ഇങ്ങനെയെല്ലാം പറയാനും ആശ്വാസം ഏറ്റുവാങ്ങാനും നമ്മൾക്ക് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാനെ എപ്പോഴും ഓർക്കുക. നമ്മൾക്ക് തന്ന ഈ ശരീരത്തിന്, നമ്മുടെ മധുരമായ ശബ്ദത്തിന്, നമുക്ക് തന്ന ബന്ധങ്ങൾക്ക്, നമുക്ക് തരുന്ന വസ്ത്രങ്ങൾക്ക്, നമ്മുടെ പ്രാണവായുവിന്, നമുക്ക് തരുന്ന വെള്ളത്തിന്, നമുക്ക് തരുന്ന ഭക്ഷണത്തിന് എല്ലാറ്റിനും നന്ദി പറയുക. നിങ്ങൾ ഓർക്കുക, എത്രയോ പേർ ഇതുപോലും ഇല്ലാതെ ഇരിക്കുന്നു. അപ്പോൾ അവരെന്തൊക്കെ പരാതികൾ പറയണം? അപ്പോൾ നമുക്കുള്ളതിനെല്ലാം നമ്മൾ ഭഗവാനോട് നന്ദി പറയുക. അപ്പോൾ കൂടുതൽ കൂടുതൽ ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ഭഗവാനെ പ്രചോദനമായി ഉൾക്കൊണ്ട് ഭഗവാൻ തന്നതിനെല്ലാം നന്ദി പറഞ്ഞ് ശീലിക്കുക. ഭഗവാനെ എപ്പോഴും വിളിക്കുക. അപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. എല്ലാവർക്കും നന്ദി. നമസ്കാരം.